അയ്യൂബാക്കെ ബലൂൺക്ക് കാറ്റ് നറുക്കാട്ടോ അങ്ങോട്ട് നോക്കിയാണ്. ഹേ കാറ്റായിട്ടില്ല അയ്യൂബാക്ക ഒന്നുകൂടി ഊതിക്കൂടി ഇങ്ങോട്ട് കൊണ്ടുവിടാന്ന് പറഞ്ഞാണ്ട് നമ്മളെ അയ്യൂബാക്ക താജുവിന്റെ സഞ്ചിക്ക് കൈയിടാൻ പോകണേ. താജുവാണ് കൊടുത്തു ചെയ്ത് നിങ്ങൾ എന്താ എടുത്തോളിന്ന് പറഞ്ഞാണ്ട് നമ്മളെ അയ്യൂബാക്ക കാട്ടി എന്താ പറയുക ഒന്നല്ല ഒരു കോലാണ്ട് എടുത്ത്. ആഹാ നമ്മളെ കൂട്ടാത്തൊരു സെൽഫിയോ നിക്കോടെ ഇവിടെ രാവിലെ തന്നെ വീട്ടിൽ നിന്നേ ഒന്നും കഴിക്കാതെ വന്ന ടീംസാ അങ്ങോട്ടൊക്കെയാണ് തിന്നണേ. ഒരാളിതാ വലിച്ചിന് പാത്രം. നൗഷാദൊക്കെ ഇങ്ങനെ താളം പിടിച്ചിട്ടുണ്ടെങ്കിൽ പാട്ടേരന് ഒന്നില്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ മുനീർക്കയാണോ? ഇത് മുനീർക്ക കേട്ടോ ഞാനല്ല. ഏതായാലും അൻസാർക്കെ പാട്ട് പാടിയാണ് തുടങ്ങിയിട്ടുള്ളൂ. ഇങ്ങോട്ട് നോക്കിയാണ് കാക്ക എമ്മാതിരി ഉറക്കാണ്. ആ കുട്ടി ഉറങ്ങിയാണ്. നൗഷാദ് കഥ കുടുക്കായിട്ട് പോയാണ്. അപ്പൊ തന്നെ നമ്മളാണ്ട് ഇരുന്ന് എന്തിന് കഴിക്കാനേ വൈകാലേ ഒന്നും കിട്ടും. അങ്ങനെ നമ്മൾ വന്ന സ്ഥലത്ത് എത്തിക്കണേ. ഏതായാലും ഇതൊക്കെ എന്റെ ബാക്കിൽ എല്ലാവരും വരുന്നുണ്ട് സാധനമായിട്ട്. ഞമ്മക്ക് ഏതായാലും കൊട്ടാനറിയില്ല പക്ഷെ കേട്ട് പരിചയമുണ്ട്. എന്ത് കൊട്ടേ ആ താളത്തിലാണ്ട് കൊട്ടി കൊടുത്ത് ചേച്ചാണ് പാടി കുട്ടികൾ താളം അങ്ങോട്ട് പിടിച്ച്. ഇപ്പോഴും ഇങ്ങനത്തെ വീട്ടിലൊക്കെ താമസിക്കുന്നുണ്ടോന്നേ കാര്യം നിങ്ങൾ നോക്കണല്ലേ. എന്നാലും ഉണ്ട് കേട്ടോ ചങ്ങാവരെ. അപ്പം നമ്മൾ ഇന്നുള്ളത് വയനാട് മുത്തങ്ങ ആദിവാസി കോളനിക്ക് വന്നാട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുന്നത് നമ്മൾ ചേളരിയിൽ നിന്നാണ്. വണ്ടി പരപ്പനങ്ങാടിയിൽ നിന്ന് എടുത്തത്. അപ്പോൾ ആ യാത്രകൾക്ക് ഫുള്ളായിട്ട് കണ്ടോളി. അടിപൊളി വീഡിയോ ആണ്. അപ്പം വീഡിയോ മാക്സിമം എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. രാവിലെ 6 മണിക്ക് തന്നെ പരപ്പനങ്ങാടിയിൽ നിന്നാണ് ബസ് പുറപ്പെട്ടത്. അപ്പൊ ബസ് ഏതാ എനിക്ക് കിണ്ണങ്കാച്ചി കെട്ടിക്കാച്ചി ബസ്സാണ്. ആട് നോക്കിയാണ് ഐദിനാണ് ബസ്. പരപ്പനങ്ങാടിയിൽ നിന്ന് നമ്മളെ ഷാജേട്ടനും പിന്നെ നൗഫൽക്കും ഫാമിലി അങ്ങനെ കുറച്ച് ആൾക്കാർ കയറാണ്ട് കേട്ടോ. അങ്ങനെ ചെറ്റിപ്പടിക്കുന്നേ നമ്മളെ കടലുണ്ടി റിഷാദിനൊക്കെ കയറ്റിയാണ്ട് ബസ് അതാ വരുന്നേ. ഞാനും ജംഷീർ കുമ്പണ്ണി ഇതാ അവിടെ ചേളാരി നിൽക്കുക. അതിൽ കയറാൻ ഇത് നമ്മളെ ചേളാരിലെ യൂസുഫാ കേട്ടോ ഭക്ഷണം കയറ്റാണ്. ഒരു വൈക്ക് പോകുമ്പോഴേ എന്തായാലും കായ് കൈക്ക പിടിച്ചണം. ഒരു 8 പൈസയാണ് നമ്മൾ ജംഷീർ കൈക്ക പിടിച്ചത്. അപ്പൊ നമ്മളെ കലാപരിപാടികൾ തുടങ്ങിയാണ്. നമ്മളെ മുനീർക്കനാണ് തുടങ്ങി. അത് നോക്കിയാണ് യൂസുഫാക്ക് അങ്ങനെ കൈ കൊണ്ട് താളം പിടിക്കുന്നത്. അങ്ങനെ വൈക്കുന്ന കാളെ കയറ്റിയാണ് നമ്മൾ കൊണ്ടോട്ടി എത്തിയാണ്. കൊണ്ടോട്ടി എത്തിയപ്പോൾ നമ്മളെ നൗഫൽക്ക് കയറാണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വരാൻ. ഏതായാലും നിങ്ങൾ പൊയ്ക്കോളി സന്തോഷമായിട്ട് വരും എന്ന് പറഞ്ഞാൽ നൗഫൽക്ക് ഇറങ്ങി പോയിട്ട് യാത്ര നമ്മൾ വീണ്ടും തുടങ്ങി. അവിടെ നോക്കിയാണ് എന്താ രസല്ലേ കാണാൻ. ഡ്രൈവർ ആണെങ്കിലും അതിനെക്കാട്ടി മൊഞ്ചി അല്ല ആരാപ്പത്. നൗഷാദ് കൈന് ഇയാള് രാവിലെ തുടങ്ങിയതാട്ടോ താളം പിടിച്ചാൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല. അയ്യൂബാക്ക് എപ്പോഴും ബലൂൺ വീർപ്പിച്ചാട്ടോ. ഏത് അയ്യൂബാക്ക? നമ്മളെ പെരിന്തൽമണ്ണുള്ള അയ്യൂബാക്കാണിത്. കുറെ കുട്ടികളുടെ ബസ്സിൽ ഓൽക്കൊക്കെ ബലൂൺ കൊടുക്കണ്ടേ അതിന് വീർപ്പിച്ചാണ്. ഇവിടെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ഓല് കഴിച്ചോട്ടല്ലേ ഞമ്മക്കാണ് മെയിൻ ചെയ്യേണ്ടല്ലോ. അപ്പൊ ചങ്ങന്മാരെ ഞാൻ വന്നു കേട്ടോ. ആര് ഷറഫു പേരുള്ളവർ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങളാണ് കേട്ടോ. ഈ യാത്ര പോകുന്നത് ആകാശപ്പറവുകൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിന്റെ കീഴിലാണ്. ഇതിന്റെ കോർഡിനേറ്റർ നമ്മളെ ഷാജേട്ടനാണ്. ഏത് ഷാജി പുകയൂർ. ഇപ്പൊ പുകയൂരല്ല പരപ്പനങ്ങാടിയാണ് താമസം. അപ്പൊ നമ്മൾ യാത്ര പോണത് എങ്ങോട്ടാരോ വയനാട് മുത്തങ്ങ പൊൻകുഴി ആദിവാസി കോളനിക്കാണ്. ഇന്നത്തെ യാത്രയിൽ ഒരുപാട് ഫാമിലീസ് ആട്ടോ മക്കളായിട്ടും ഉമ്മമാരായിട്ടൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും. അതുകൊണ്ട് ഇതൊരു ഫാമിലി ആയിട്ടുള്ള യാത്ര തന്നെയാണ്. നമ്മളെ അടിവാരം എത്തുന്നതിന്റെ കുറച്ച് മുന്നേ ചായ കുടിക്കാനും അതുപോലെ തന്നെ ബാത്റൂമൊക്കെ പോകാനേ സൗകര്യമുള്ള സ്ഥലത്ത് നിർത്തിയാട്ടോ. ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ബസ്സിന്റെ ബാക്കിലും പമ്പുണ്ട് മുന്നിലും പമ്പുണ്ട്. 2 ഭാഗത്തും പോയി എന്തിന് ലഗേജ് ഒക്കെ ഒഴിവാക്കി വരണ്ടേ ബാത്റൂമിൽ പോകാൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല? എല്ലാവരും സ്പീഡായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെയാണ് എന്തൊരു സ്പീഡില്. കാരണം എന്തായാലും ഭക്ഷണം ഇവിടെ സെറ്റ് ആയിക്കണേ. കഴിക്കാനും കൂടിയാണ് ഈ ഇറങ്ങി വരുന്നത്. അപ്പൊ ഏകദേശം എല്ലാവരും ഇറങ്ങി കഴിയാനായിക്കണോ. അയ്യൂബാക്കിയും കൂട്ടും ലഗേജ് ഇറക്കി വരികയാണ്. ലഗേജ് ഇറക്കി. അപ്പൊ നമ്മൾ ഇന്നത്തെ ഫുഡ് പറഞ്ഞാൽ പൊറാട്ടയും ചപ്പാത്തി പിന്നെ അതിക്കുള്ള കറിയാണ് ഈ കൊണ്ടുപോയേക്കണേ. ഇർഷാദ് ഇതൊക്കെ ഏത് കടലുണ്ടിയല്ലേ കടലിക്കൊക്കെ മീൻ പിടിച്ചാൽ പോണ ഇർഷാദാണിത്. ഓനിതാ പൊറാട്ട സപ്ലൈ ചെയ്യാൻ കറി ഇളക്കി കൊണ്ടിരിക്കണേതേ നമ്മളെ നിലമ്പൂരുള്ള ദിനേശനാട്ടോ. നിലമ്പൂരിൽ നിന്ന് ആള് വന്നിട്ട് നമ്മളെ വരി എല്ലാവരും വരി പെട്ടെന്ന് വരുന്നോട്ടോ. എല്ലാവർക്കും ഉണ്ട് ദിനേശ കറി ചോർക്ക് കുറച്ച് വെച്ചാൽ കേട്ടോ. സാധനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഷാജേട്ടൻ പ്ലേറ്റ് എടുത്ത് സാധനം വാങ്ങാൻ വല്ലാത്ത ജാതി. ഈ വാങ്ങണത് നമ്മളെ നാട്ടുകാരനെ കേട്ടോ. കൂമ്പണ്ണുള്ള ജംഷീറാണ്. ഓന് മാസ്ക് ഇട്ടത് ആളറിയാക്കാൻ. അങ്ങനെ ബസ് റോഡ് സൈഡിൽ തന്നെ സൈഡാക്കിയിട്ടുള്ള എല്ലാവരും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മളെ ബസ്സിന്റെ ക്ലീനർ പല്ലിപ്പ തേക്കണുള്ളൂ കേട്ടോ. അതിനും നേരം കിട്ടിയില്ല. അങ്ങനെ ഓരോരുത്തർ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ഏതായാലും ഇത് നോക്കി നിന്നിട്ട് കാര്യമില്ല നമ്മളും കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ 2 പൊറാട്ട ഇട്ടാണ്ട് കഴിക്കാട്ടോ. പൊറാട്ടി നല്ല അടിപൊളി കടലക്കറിയും നല്ല കോമ്പിനേഷൻ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്താണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചാണ്ട് വീണ്ടും യാത്ര തുടങ്ങാട്ടോ. എല്ലാവരും ബസ്സിൽ കയറിയിട്ടുണ്ട്. എന്നെ കാത്തിക്കാണ് നമ്മൾ കയറാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങാട്ടോ. ചൊരൊക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ മന്ദ ഞങ്ങൾ ഇങ്ങനെ കടന്നു പോവാണ് മുന്നോട്ട്. അതിന്റെ അടി കൂടെയാണ് നമ്മൾ ഇർഷാദ് ഉപ്പിലിട്ട നെല്ലിക്കയറ്റി വന്ന് നമ്മൾ ജംഷീർ കൊണ്ടുവന്നാണ് എല്ലാവർക്കും ഇതൊക്കെ കൊടുക്കണം. ഞമ്മക്കും കിട്ടി വന്ന് അയ്യൂബാക്ക് തിന്നു നോക്കണേ പല്ല് പൊളിച്ചു. അങ്ങനെ വീണ്ടും പാട്ടുപാടലൊക്കെ തുടങ്ങി. ഏതായാലും നമ്മൾ ഇവിടെ എത്തിട്ടോ. ഏത് വയനാട് മുത്തങ്ങ പൊൻകുഴി ആദിവാസി കോളനിക്കുള്ള അവിടെ റോഡിന്റെ സൈഡിൽ വാഹനം ഇതാ നിർത്തി. ഇവിടുത്തെ കോളനി താമസിക്കുന്നവർക്കുള്ള വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണം കിട്ടി. പിന്നെ അവരോട് കൂടെ ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം ചെലവഴിക്കാനാട്ടോ നമ്മൾ വന്നിട്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഓരോരുത്തരടുത്ത് കൊടുത്തയച്ച വസ്ത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കൂട്ടത്തിലുള്ളവർ വാങ്ങിച്ച വസ്ത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഇവിടേക്ക് കോളനിക്ക്. അപ്പൊ ഇതൊക്കെ ഇവിടെ കസാരൊക്കെ നിർത്തിയിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തില് 10-50ഓളം ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ വരണമെങ്കിൽ ഇവിടുത്തെ പെർമിഷനൊക്കെ വേണം കേട്ടോ. ഏതായാലും ഇതൊക്കെ നമ്മൾ ഇവർക്ക് കുറച്ച് ഔലൊക്കെ വെച്ചിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാക്കണ ഇവിടുത്തെ കുട്ടികളെ ബലൂണാട്ടോ പേര് വീർപ്പിച്ചണ്. ഇങ്ങോട്ടൊക്കെയാണ് കുട്ടികളെ ബലൂണ് പിടിച്ചിരിക്കുന്നത്. എന്ത് രസമല്ല കാണാന്. അവർക്ക് കൊടുക്കാനുള്ളേ കിറ്റൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പരിപാടി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. പാട്ട് പരിപാടി കുട്ടികളൊക്കെ കേട്ടുകൊണ്ട് ഉത്തർക്കണം. അപ്പൊ അതങ്ങനെ കുട്ടികളെ കൂടെ നമ്മളെ ആൾക്കാരും ഡാൻസ് ഇങ്ങനെ കളിച്ചുകൊണ്ട് കഞ്ഞേ ഓലെ പാട്ടൊന്ന് കേട്ടോക്കെ നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കണ്ടേ. राधले तुम्हें राधले
അപ്പോളേ കുറെ സമയമായിട്ടുണ്ട് ഇനി ഭക്ഷണത്തിനുള്ളത് നോക്കുകയാണ് ടേബിൾ ഇതാ നിർത്തിക്കൊണ്ട് കൂട്ടായ്മന്റെ വിജയം എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹകരിക്കട്ടോ അതുകൊണ്ട് നോക്കിയാണ് ഈ കാക്കാർക്ക് ടേബിളായിട്ട് ഭക്ഷണം നമ്മളെ ഇവിടുന്ന് ഓർഡർ ചെയ്താണ് അപ്പൊ ഇങ്ങോട്ട് എത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല എല്ലാവരും വെയിറ്റിംഗിലാണ്. എല്ലാവരും നമ്മളെ കോർഡിനേറ്റർ സാജേട്ടനോട് ചോറോടെ സാജേട്ടൻ ഇപ്പം വരുമെന്ന് നിങ്ങൾ പാട്ടാടൂല്ലേ പാടി തരോ? അണ്ണാരക്കണ്ണനും തെന്നാലി കാക്കയും പഞ്ചത്തിൽ നീർത്തോണി. അണ്ണാരക്കണ്ണനും ചങ്ങാലി കാക്കയും പഞ്ചത്തിൽ നീർത്തോണി. ചന്ദനച്ചോലയിൽ ചാഞ്ചാടിയെത്തുന്നു ചന്തമിണങ്ങിയ പൂന്തോണി. ചന്ദനച്ചോലയിൽ ചാഞ്ചാടിയെത്തുന്നു ചന്തമിണങ്ങിയ പൂന്തോണി. അങ്ങുവാനക്കോളില് നിന്നൊരമ്പിളി അമ്പിളിക്കരത്തുള്ളില് ചോര കൺമുയൽ. ചോര കണ്ണുമ്പരന്ന് നെഞ്ചത്തിൽ വെട്ടിയ ചെല്ലവുമായി താനെ വന്ന് കയറി ദൂരത്തി എന്ന് പറഞ്ഞിയല്ലോ. ചോരക്കാടുത്തുള്ളൊരാ നെഞ്ചത്ത് വെട്ടിയ ചെല്ലപ്പീങ്ങ താനെ വന്ന് കയറി ദൂരത്തി എന്ന് പറഞ്ഞിയല്ലോ. കുഞ്ഞവാവേ കഥ കേട്ട് മെല്ലെ വിളി മൂട് മാറിൻ ചൂടിൽ ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയോടെ വളര്. പാട്ട് അടിപൊളിയൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കേട്ടില്ലേ അടിപൊളിയായിട്ട് പാടി ഇവർക്ക് ഇവരെ സപ്പോർട്ട് ആയിട്ട് നിങ്ങള് എല്ലാരും നമ്മളെ കുട്ടികളാണ് വയനാട്ടിലെ അല്ലേ സാറല്ലേ ഒന്ന് ലൈക്ക് അടിച്ചാന് ഏതായാലും ഞമ്മക്കും ഓൽക്കുള്ള ഭക്ഷണമൊക്കെ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടെയ്നറിലാക്കിയിട്ടാണ് സാധനം കണ്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ മഞ്ചേരിയുള്ള അസീസ്ക്കൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അസീസ്ക്കാണ് ആ ഭക്ഷണം കൊടുത്തുകൊണ്ട് നിൽക്കുന്നത്. കുട്ടികളൊക്കെ വരിക്കാണ്. നമ്മളെ ഭക്ഷണം ഇവിടുന്ന് ഉണ്ടാക്കിയാണ്ട് ഇവരോട് കൂടെ കഴിക്കാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഓർഡർ കൊടുത്ത ആൾക്ക് എന്തോ മരണം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ആളെ ഏൽപ്പിച്ച് അത് കണ്ടെയ്നറാക്കി ഇങ്ങോട്ട് എത്തിച്ചു തന്നതാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചഞ്ഞ് ഇതൊക്കെ ഒരു ആശ നിൽക്കുന്നത് മൂപ്പര് ഇത് അവിടെ ഒരു കച്ചവടക്കാരൻ വന്നിട്ട് അതിനെ നോക്കിക്കാണ്. അയാൾക്ക് നെയ്യപ്പം ഉണ്ട് പരിപ്പുവട ഉണ്ട് അത് കിട്ടുന്ന വിചാരിച്ച് നിൽക്കാണ്. ഏതായാലും ഒന്നാണ് ഇട്ടെടുത്ത് കഴിക്കട്ടെ നീ. നല്ല അടിപൊളി പരിപ്പുവടയാണ് നമ്മൾ കഴിച്ച്. പിന്നെ അതൊക്കെ മൂപ്പര് കഴിക്കണുണ്ട് ഞങ്ങൾ. അങ്ങനെ അവർക്കുള്ള കിറ്റ് വസ്ത്രങ്ങൾക്ക് അതാ കൊടുക്കണ കാഴ്ചയായിട്ട് നിങ്ങൾ കാണുന്നത്. വസ്ത്രങ്ങൾ ഇതാ ഓരോരുത്തർക്ക് പാകമുള്ളത് ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇത് നോക്കിയാണ് ഇത് നമ്മൾ ഇവിടുന്ന് കണ്ടാട്ടോ ഒരു വെറൈറ്റി എട്ടുകാലിലെ എന്താ രസം കാണാൻ അടിപൊളി. അപ്പൊ ഇവിടുത്തെ പരിപാടിക്ക് കഴിഞ്ഞ് ഏകദേശം 4:30 മണി ആയിക്കണം. ഇനി നമുക്ക് നാട്ടിലേക്ക് തിരിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഇതുണ്ട് തോടുണ്ട്. അവിടെ കൂടി ഒന്ന് പോയേക്കാം. അവിടുത്തെ കാഴ്ച കൂടി ഒന്ന് കണ്ടിട്ട് പോവാ. ഇതാണ് തോട് നല്ല രസമുണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയ ആണ്. ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാണ്ട് ഞങ്ങള് വല്ലതെ മതി. അങ്ങനെ ഇവിടുന്ന് ഞങ്ങള് നാട്ടിലേക്ക് തിരിക്കട്ടോ. ഞങ്ങൾ പോട്ടെ. അങ്ങനെ ഓലെ നമുക്ക് ടാറ്റയും തന്ന് നമ്മളെ യാത്രയൊക്കെയാണ്. എല്ലാവരും ഇതൊക്കെ ബസ്സിൽ കയറാനായിട്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് മുത്തങ്ങയാണ്. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാന്ന് പറഞ്ഞ് കയറാണ് എല്ലാവരും ബസ്സിൽ. താജ് ബേ ഇറങ്ങിയാട് പഴം ഫ്രൂട്ടിയൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടാണ് നോക്കിയാണ് അയ്യൂബാക്ക് എടുക്കണം. അയ്യൂബാക്ക് ഒന്നല്ല 2-3 എടുക്കും. ഇല്ലെങ്കിലും താജ് കുറച്ച് സ്നേഹമുള്ളവനാണ്. നോക്കിയാണ് താജിന്റെ അടുത്തേക്ക് എല്ലാവരും പോണത്. ഫ്രൂട്ടി ആയിട്ടും പിന്നെ കേക്ക് ആയിട്ടും ഒക്കെ പാടോ വാങ്ങി വെച്ചിട്ടോ കവറിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ കയറിയാണ്ട് പഴംപൊരി നല്ല ബീഫും കൂടി അടിച്ചിട്ടോ. മുനിർക്കുണ്ട് വൈഫുണ്ട് പിന്നെ നമ്മളും ഉണ്ട്. നല്ല ടേസ്റ്റ്. ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ബക്കറാക്കാൻ ഇസ്മായിലിനും കണ്ടത്. ഓലെ ചായ കുടിക്കണം എവിടോ പോയി വരികയാണ്. അപ്പൊ ഏതായാലും ഒരു സെൽഫി എടുത്ത് നമ്മള് അങ്ങനെ എല്ലാവരും ബസ് കയറി പാട്ടിട്ട് കുട്ടികളൊക്കെ ഡാൻസ് കളിക്കട്ടോ. അങ്ങനെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമ്മള് നാട്ടിലേക്ക് പോരും. അതിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാർക്ക് പെരിക്ക് പോകുമ്പോൾ സാധനം വാങ്ങണം എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിൽ നിർത്തിയതാട്ടോ. ഇവിടെ ഫുള്ള് മരത്തിന്റെ ഐറ്റംസ് ഉണ്ട് പിന്നെ മുട്ടായികളൊക്കെ ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാം. അതിനാണ് ഇവിടെ നിർത്തിയത്. മരത്തിന്റെ ആട്ടോ പേടിച്ചില്ല നിങ്ങള്. അങ്ങാടിയിൽ ഈശാ ഗോൾഡ് എന്നുള്ള ഒരു നറുക്കെടുപ്പാണ്. ആരാണ് ആ ഭാഗ്യശാലി എന്ന് നമുക്ക് നോക്കാം. ഈ നറുക്കെടുപ്പ് ഈ യാത്രയിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരും എഴുതിയാണ്ടാട്ടോ എടുക്കണത്. ഭാഗ്യശാലിക്കുള്ള സമ്മാനമാണ് നിങ്ങൾ ഇപ്പം കണ്ടത്. ഇർഷാദ് കടലുണ്ട്.
നമ്മളെ ഷാജേട്ടനെ ആള് വളവനാ നമ്മൾ ഇർഷാദിനെ പറ്റിച്ച്. അപ്പൊ അതൊക്കെ നമ്മളെ കോഴിക്കോടല്ലേ ജംഷീനത്താക്കാണ് കിട്ടിയത്. അങ്ങനെ ഓരോരുത്തർ വൈക്കലൊക്കെ ഇറങ്ങി നമ്മളെ ഷാജേട്ടന് ഇതാ കായ് കണക്കൂട്ടോ. ബസ്സേർക്കൊക്കെ കായ് കൊടുക്കണ്ടേ. അങ്ങനെ നമ്മൾ ചേളാരി എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. ബസ് അതാ പോണേ. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ആണ് ചെയ്താളി. അപ്പൊ എന്നാ അങ്ങനെ ആക്കല്ലേ. നാ ആയിക്കോട്ടെ.